മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയ താരം ആൻ മരിയ വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. അടുത്തിടെയുണ്ടായ വിവാഹമോചനത്തെക്കുറിച്ചും ഭാവി ജീവിതത്തെക്കുറിച്ചും താരം മനസ്സ് തുറന്നു. ഇനി മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ലെന്നാണ് താരം പറയുന്നത്. ഏക മകൾക്കായി ജീവിതം മാറ്റിവെക്കാനാണ് തീരുമാനമെന്നും ആൻ മരിയ വ്യക്തമാക്കി. ആദ്യ വിവാഹബന്ധം വേർപിരിഞ്ഞ ശേഷം ഇനി മറ്റൊരു വിവാഹം വേണ്ടെന്ന് ഉറച്ച തീരുമാനത്തിലായിരുന്നു താനെന്ന് ആൻമരിയ പറയുന്നു. എന്നാൽ സാഹചര്യങ്ങൾ മാറിമറിഞ്ഞു. അമ്മയുടെ ആരോഗ്യ പ്രശ്നങ്ങളും കസിൻസിന്റെ ഭാഗത്തു നിന്നുണ്ടായ കടുത്ത സമ്മർദ്ദവുമാണ് രണ്ടാം വിവാഹത്തിലേക്ക് നയിച്ചത്. ഇരുവരുടെയും രണ്ടാം വിവാഹമായിരുന്നു ഇത്. അവൾ ആ പപ്പ ഫിഗറിനെ സ്നേഹിക്കാൻ തുടങ്ങിയിരുന്നു. അവർ തമ്മിൽ ഭയങ്കര അടുപ്പത്തിലുമായിരുന്നു. എന്നാൽ പിന്നീട് അങ്ങനെയൊരാൾ വേണ്ടെന്ന് മകൾക്കും തോന്നി തുടങ്ങി. അച്ഛനില്ലാത്ത വിഷമം ഉള്ളിലൊതുക്കുന്ന മകൾ വളരെ ബോൾഡാണെന്നും എനിക്ക് എന്റെ അമ്മയുണ്ടല്ലോ എന്നാണ് അവൾ പറയാറുള്ളതെന്നും താരം കൂട്ടിച്ചേർത്തു. പക്ഷെ എന്താ പറയാ, അത് ഫേക്ക് ഐ ഡി അല്ല, പ്രൊഫൈൽ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളൊരു താങ്ക് യു പറയുന്നത് അവർക്കൊരു സന്തോഷമായിരിക്കും. അങ്ങനെയാണെങ്കിലും ഒരു താങ്ക്സ് പറയും. അങ്ങനെയൊക്കെ നന്നായിട്ട് പോകുന്നു. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഇന്ന് വരെ എനിക്ക് ഇതൊരു മോശപ്പെട്ട ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. എന്ന് വെച്ചാൽ നമ്മളെ ചേർത്ത് പിടിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ നമ്മളെ ഇപ്പൊ ചിലര് എന്താ പറയാ, സീരിയൽ കണ്ടോണ്ടിരിക്കുമ്പോൾ സീരിയലിന്റെ ദേ ചേച്ചി സീരിയൽ കാണും കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുമ്പോൾ അങ്ങനെ. അപ്പം എൻ്റെ വീട്ടിലെ അമ്മയ്ക്ക് ഇഷ്ടം കേട്ടോ. പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ച് പേരെയൊക്കെ എവിടെയെങ്കിലൊക്കെ നമ്മൾ പോകുമ്പം ചേച്ചി ചേച്ചിയുടെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുന്ന ആളാ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയാറുണ്ട്. അങ്ങനെ വന്ന് സെൽഫി എടുക്കാറൊക്കെ ഉണ്ട്. അപ്പോ ഈ എന്താ പറയാ, ഇങ്ങനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ എപ്പോഴും അവര് നമ്മുടെ നല്ലതും ചിരിക്കുന്നതും ഇതൊക്കെ കാണാൻ ഇഷ്ടപ്പെടുമ്പോ ഈ സീരിയലുകളിൽ ഇപ്പൊ ഇഷ്ടം മാത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു നെഗറ്റീവ് ഷെയ്ഡാണ് ആൻ ചെയ്യുന്നത്. അപ്പൊ അത് ഈ പറയുന്ന സ്നേഹിക്കുന്ന ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടുന്നുണ്ടോ? അത് ഇഷ്ടപ്പെടുന്നുണ്ട്. എന്ന് വെച്ചാൽ വേറൊന്നല്ല, അതിനകത്ത് പക്ക ഞാൻ അങ്ങനെ ഒരു നെഗറ്റീവ് അല്ല, ഒരു ചെറിയൊരു കുശുമ്പ് കുന്നായ്മ നത്തു പോര്. ആങ്ങളോട് എനിക്ക് ഭയങ്കര ഇഷ്ടം, പക്ഷെ നാത്തനോട് ഇഷ്ടമല്ല. പിന്നെ അമ്മ ശരിക്കും ആദ്യം ഞാൻ വരുമ്പം ഈ കുട്ടീനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്, ഈ കുട്ടീനെ ഇഷ്ടമാണ് അമ്മ, നമുക്ക് മഹേഷിന് വേണ്ടി, മഹേഷ് ഒരു കൊച്ചിനെ സംസാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് എൻ്റെ എൻട്രി വരുന്നത് ആ സീരിയലിലേക്ക്. അപ്പൊ എനിക്ക് ആദ്യം ഇഷ്ടമാണ്. ആദ്യം അമ്മയായിരുന്നു നെഗറ്റീവ്. അമ്മ എനിക്ക് കുശുമ്പ് കുത്തി തന്നു അവസാനമായപ്പം ഇവളെ എനിക്ക് ഇഷ്ടമില്ലാണ്ടായി. അപ്പൊ അങ്ങനെയുള്ള സംഭവം. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് ക്യാരക്ടർ അതിനകത്ത് ഭയങ്കര മോശം ക്യാരക്ടറായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ആ ആളിൽ നിന്ന് കിട്ടാത്ത എൻ്റെ കുറേ വിഷമങ്ങൾ കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കുശുമ്പ് കുത്തുന്നത്. ആ സമയത്ത് ഞാൻ എന്താ പറയുക, എൻ്റെ ഹസ്ബൻഡിനോടുള്ള ഇമോഷൻസ് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഹസ്ബൻഡ് ഇല്ലാത്തതിൻ്റെ വിഷമം ഞാൻ അമ്മയോട് പറഞ്ഞ് കരഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ഓക്കെയാണ്. പക്ഷെ ഇനിയിപ്പോൾ ഇച്ചിരി കുശുമ്പ് കൂടുക. ഇനി എനിക്കറിയാം. അതെ അതെ. അപ്പൊ അതുകൊണ്ട് എനിക്കറിയത്തില്ല ഇനി എങ്ങനെ ആവുമെന്ന് അറിയില്ല. ഓക്കെ. അപ്പൊ ഇവരൊക്കെ ഇപ്പൊ എൻ്റെ ഫ്ലാറ്റിൽ തന്നെ എന്താ പറയാ, കുറെ രശ്മി ആൻറ്റി അവരൊക്കെ ഒറ്റയ്ക്കാണ്. മക്കളൊക്കെ അബ്രോഡൊക്കെയാണ്. ഉഷ ചേച്ചി അവരൊക്കെ ഒറ്റയ്ക്കാണ്. അപ്പൊ പക്ഷെ എന്നാലും അവരെ ഇടയ്ക്ക് മക്കളുടെ അടുത്ത് പോവെടുക്കും. പക്ഷെ മക്കളില്ലാത്തതിൻ്റെ ഒരു അടുത്തില്ലാത്തതിൻ്റെ വിഷമം എത്രയാന്ന് പറഞ്ഞാലും എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ അന്ന് നമ്മൾ ജീവിച്ചല്ലേ പറ്റുള്ളൂ. എന്നും പറഞ്ഞിട്ട് നമ്മൾ പിടിച്ചു വെച്ചാൽ ആ കുട്ടിയുടെ ഭാവി എന്താവും? അതെ. ഇപ്പൊ ഞാൻ ചിന്തിക്കുന്ന അതാണ്. ഞാൻ ഒരിക്കലും പിടിച്ചു വെക്കത്തില്ല. കാരണം ചിലപ്പോൾ നമ്മൾ വിഷമിക്കേണ്ടി വന്നാലും ഞാൻ അവളെ ഫ്ലൈ ചെയ്ത് വിടും. കാരണം എന്നാലേ അവൾക്ക് അവളുടെ മുന്നോട്ടുള്ള ഞാൻ എന്നും ഉണ്ടാവണമെന്നില്ലല്ലോ. ചില ആൾക്കാര്, ചില പാരന്റ്സ് ഇഷ്ടം കൊണ്ട് തന്നെ മക്കളെ വിടൂല. അവര് എനിക്ക് ഇവരല്ലേ ഉള്ളൂ, അവർക്ക് ഞാനല്ലേ ഉള്ളൂ, അവർക്ക് എന്തെങ്കിലും പറ്റിയാലോ. ഇഷ്ടം കൂടുതൽ കാരണം ചിലരങ്ങ് വല്ലാണ്ട് അങ്ങ് മുറുകെ പിടിക്കും. അങ്ങനെ പിടിക്കുന്ന ആൾക്കാരുമുണ്ട് അല്ലെ? അതെ. പക്ഷെ ആനിന് ആ ഒരു തിരിച്ചറിവുണ്ട്. മകൾക്ക് വേണ്ടത് അവൾക്ക് ആ ഒരു സ്പേസ് കൊടുക്കണം. എനിക്ക് രമ്യ പറഞ്ഞ പോലെ തന്നെ ഒരിടയ്ക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 2 വർഷം മുന്നേ, ഈ ഒരു 1.5 വർഷം മുന്നേ വരെ എനിക്ക് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അതാ പറഞ്ഞത്, ഞാൻ തന്നെ എൻ്റെ അടുത്ത് ഇപ്പം ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഡിപ്രഷൻ വന്നപ്പോൾ ഞാൻ സൈക്കോളജിസ്റ്റിനെ കാണാൻ പോയപ്പോൾ പുള്ളിക്കാരിയാണെങ്കിലും പറഞ്ഞു, നമ്മൾ മീൻസ് കൊച്ചിന്റെ കാര്യത്തിലാണെങ്കിലും ഭയങ്കരമായിട്ട് പ്രതീക്ഷ വെക്കരുത്. അപ്പൊ ഞാനത് നമ്മൾ സ്വയം ട്രെയിൻ ചെയ്യണം. മനസ്സിലായ? നമുക്ക് ഇപ്പൊ ഞാൻ പറയട്ടെ, രമ്യക്ക് എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ രമ്യ തന്നെ ട്രെയിൻ ചെയ്ത്, അല്ലാതെ ആരും നമുക്ക് ചെയ്തുതരാൻ സ്വയം വിചാരിച്ച് മുന്നോട്ട് പോവുക. പിന്നെ അവര് നമ്മളെ ഉപേക്ഷിച്ചൊന്നും പോവല്ലോ. അവർക്ക് നമ്മൾ സ്നേഹം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ നമ്മൾ തിരിച്ചും തരും. അത് അകലെ ഇരുന്നിട്ടാണെങ്കിലും തരും. പിന്നെ നമ്മൾ ചിലയിടത്തുനിന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാരന്റ്സിനെ നമ്മൾ നോക്കുന്നത് മക്കൾ കണ്ടു വളരുന്നുണ്ട്. അപ്പൊ ഉറപ്പായിട്ടും അവരും നമ്മളെ നോക്കും. കാരണം ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മമ്മിയുടെ അമ്മേനെ എൻ്റെ 1 വർഷത്തെ പഠിത്തം കളഞ്ഞിട്ട് പോയി
നോക്കിയിട്ടുണ്ട്. അമ്മ തളർന്ന് ഷുഗറൊക്കെ കുഴിച്ച് തളർന്ന് കിടക്കുമായിരുന്നു. അപ്പം ഞാൻ എൻ്റെ അമ്മ എൻ്റെ ഗ്രാൻഡ് മദറിനെ നോക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തൊക്കെ ഇപ്പം പൊട്ടലും ചീറ്റലൊക്കെ ഉണ്ട്, വഴക്കൊക്കെ ഇട്ടോ, എന്നാലും എൻ്റെ അമ്മ കഴിഞ്ഞിട്ടുള്ളൂ. എൻ്റെ അമ്മേനെ വിട്ടിട്ട് ഞാൻ ഒന്നും ചെയ്തില്ല, അമ്മേനെ നോക്കുകയും ചെയ്യും. ചിലർ പറയില്ലേ മക്കളെ കണ്ടിട്ട് പണ്ടൊരു പഴഞ്ചൊല്ല് തന്നെ ഉണ്ടല്ലോ, അങ്ങനെ കൂടുതലായിട്ട് നമ്മളിങ്ങനെ മക്കളെ സ്നേഹിക്കുക, അവര് അവരുടെ ഒരു ഏജ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ജീവിക്കാൻ മറക്കും, നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മൾ വേണ്ടാന്ന് വെക്കും, നമുക്ക് കിട്ടുന്നതെല്ലാം നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യും. നമ്മുടെ ഈ സമൂഹത്തിൽ അങ്ങനെ ചെയ്യുമ്പോൾ അത് റിയലൈസ് ചെയ്ത് അതിന്റെ വാല്യൂ മനസ്സിലാക്കുന്ന മക്കളുമുണ്ട്. എന്നാൽ ഇത് മനസ്സിലാക്കാതെ കിട്ടുന്ന സമയത്ത് അതെല്ലാം കിട്ടിയിട്ട് അവർക്കൊരു പ്രായമായി അവർ പറക്കുന്ന ഒരു ഏജ് ആകുമ്പോൾ അവർ പറന്നങ്ങ് പോവുകയും ചെയ്യും. അപ്പൊ ചില ആൾക്കാർ നമ്മൾ ജീവിക്കാൻ പോലും നമ്മൾ മറന്നു പോവാണ്. എല്ലാം നമ്മൾ മക്കൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇതെല്ലാം. അങ്ങനെ ആരെങ്കിലും മാനിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കാം എന്തെങ്കിലും, അല്ലേ? ഞാൻ അങ്ങനെ വെച്ചാ എൻ്റെ മോള് തന്നെയാ പറഞ്ഞേക്കുന്നത്. ഞാൻ എനിക്ക് ഒരു ഷൂട്ട് കഴിഞ്ഞ് വന്നാലും ഞാൻ ഫസ്റ്റ് പെട്ടെന്ന് തന്നെ ഞാൻ അധികം ഇങ്ങനെ ഫംഗ്ഷനോ കാര്യം ഇപ്പോഴാന്ന് തോന്നുന്നു പിന്നെ ഞാൻ പോകുന്നത്. ഒരുപാട് ഫംഗ്ഷനോ കാര്യങ്ങൾക്കോ ഒന്നും പോകത്തില്ല എപ്പോഴും, അല്ലെങ്കിൽ പോയാൽ തന്നെ മോൾ എപ്പോഴും കൂടെ ഉണ്ടാവും. എപ്പോഴും ഞാൻ ഷൂട്ട് കഴിഞ്ഞ് വന്നാലും നേരെ വീട്ടിലേക്കാണ്. എനിക്ക് പിന്നെ വീട്, എൻ്റെ റൂം, അതാണ് എൻ്റെ ലോകം, അങ്ങനെയാണ്. അപ്പോൾ എന്താ പറയുക, ഞാൻ അവർക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നുന്നു എൻ്റെ മോള് മനസ്സിലാക്കിയിട്ടായിരിക്കാം. എൻ്റെ മോളിപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ 40-ലേക്കായി. എൻ്റെ അടുത്ത് പറയും, മമ്മിക്ക് ശരിക്കും സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ ഇല്ല, സെൽഫ് കെയർ ഇല്ല, മമ്മി ഇനി വേണം വെച്ചാൽ എന്നെ പോലും മമ്മി നോക്കരുത്, മമ്മിക്ക് എന്താണോ ഇഷ്ടം, മമ്മിക്ക് ഏതാണോ ഇഷ്ടം ആ വഴിയിലൂടെ പോവുക. സെൽഫ് കെയർ വേണം, സെൽഫ് ലവ് വേണം. ഇപ്പം ഞാൻ പറയട്ടെ, എനിക്ക് ഇച്ചിരി വണ്ണം വന്നു കഴിഞ്ഞാൽ ഞാൻ സ്ലീവ്ലെസ് ഒന്നും ഇടത്തില്ലെങ്കിലും ഇടണം, അതിട്ടേ പറ്റുള്ളൂ. അത് വെച്ചാൽ ഓരോ ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും എന്തുണ്ടെങ്കിലും ഇപ്പം ഞാൻ ചോദിക്കാം, അയ്യോ അവരെന്ത് പറയും ഇവരെന്ത് പറയും, അത് നോക്കേണ്ട ആവശ്യമില്ല. മമ്മി ഇനിയെങ്കിലും മമ്മിക്ക് വേണ്ടി ജീവിക്കണം. കാരണം അവൾ കണ്ടിട്ടുണ്ടാവാം ചിലപ്പോൾ ഞാൻ മറ്റുള്ളവർക്ക്, അതാ ഞാൻ പറഞ്ഞ രമ്യടുത്ത് നേരത്തെ പറഞ്ഞില്ലേ, എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും പാർട്ട്നേഴ്സ് ആണെങ്കിലും ആർക്കാണെങ്കിലും എനിക്ക് എന്ന് വെച്ചാൽ എൻ്റെ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എക്സ്ട്രീമാണ്, 100%. ചിലപ്പോൾ അവർക്കതൊരു വലിയൊരു ശ്വാസം മുട്ടലാവാം, പൊസസീവ്നെസ് ആവാം, എന്തെങ്കിലുമൊക്കെ ആവാം. പക്ഷേ ഞാൻ അവർക്ക് വേണ്ടിയാണ്, പിന്നെ ആരാണോ എൻ്റെ കൂടെയുള്ള അവർക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. അപ്പം എൻ്റെ മോളിപ്പോൾ പറഞ്ഞേക്കണം അങ്ങനെയൊന്നും വേണ്ട, മമ്മീനെ കൂടി ഒന്ന് ശ്രദ്ധിക്കണം, ഇപ്പം എനിക്ക് വേണ്ടി പോലും ജീവിക്കരുതെന്ന് അതാ അവളാ പറയുന്നത്. ഇനിയെങ്കിലും മമ്മിക്ക് വേണ്ടി പ്ലീസ് ജീവിക്കൂ, മമ്മിയുടെ സന്തോഷം. മമ്മിക്ക് ഇന്നാള് എൻ്റെ ഫ്രണ്ട്സ് വിളിച്ചായിരുന്നു, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അപ്പോൾ എൻ്റെ ക്ലാസ്മേറ്റ്സ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ ലേഡീസ് ട്രിപ്പ് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇവളോട് പറഞ്ഞു, ഞങ്ങളെല്ലാവരും ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു പാർട്ട്ണർ ഉണ്ടാകില്ല, ഇതോടെ മതിയായി, എനിക്ക് മോളുണ്ട്, അവൾ പഠിക്കുകയാണ്, അവളുടെ കാര്യങ്ങൾ നോക്കി ജീവിക്കാനാണ് തനിക്ക് ഇഷ്ടമെന്നാണ് പറയുന്നത്. ദത്തുപുത്രി എന്ന സീരിയലിലൂടെയാണ് ആൻ മരിയ അഭിനയ രംഗത്തേക്ക് കടന്നു വരുന്നത്. തുടർന്ന് ശ്രദ്ധേയമായ നിരവധി വേഷങ്ങൾ താരത്തെ തേടിയെത്തി. അരയന്നങ്ങളുടെ വീട്, ചാവറയച്ചൻ, മേഘസന്ദേശം, പൊന്നമ്പിളി, പ്രിയങ്കരി, ഒറ്റച്ചിലമ്പ്, അമൃതവർഷിണി, മാമാട്ടിക്കുട്ടി, എൻ്റെ മാതാവ് തുടങ്ങിയ ചില സിനിമകളിലും വെബ് സീരീസുകളിലും ആൻ മരിയ വേഷമിട്ടിട്ടുണ്ട്. എൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം മോളാണ്, അവൾക്ക് എൻ്റെ ഇമോഷൻസ് മനസ്സിലാകും. ദൈവത്തെ കാണുന്നതും അറിയുന്നതും പ്രിയപ്പെട്ടവരായ മനുഷ്യരിലൂടെയാണ്. ഞാൻ ചെറുപ്പം മുതൽ ഒരുപാട് കഷ്ടപ്പാടിലൂടെയാണ് വളർന്നു വന്നത്. അമ്മയുടെയും പപ്പയുടെയും കുടുംബം സമ്പന്നരാണെങ്കിലും ഞങ്ങൾക്ക് ഒരു അത്യാവശ്യം വന്നപ്പോൾ ഒറ്റപ്പെട്ടു പോയതുപോലെയായിരുന്നു. ഞാനും എൻ്റെ മോളും തമ്മിൽ നല്ലൊരു ബോണ്ടിങ് ഉണ്ട്. മോൾക്ക് 3 വയസ്സുള്ളപ്പോൾ ഞാനും ഭർത്താവും സെപ്പറേറ്റഡ് ആയി. എൻ്റെ സ്ട്രഗിൾ അന്നു മുതൽ അവൾ കാണുന്നുണ്ട്. ഞാൻ എല്ലാവരുമായും പെട്ടെന്ന് ക്ലോസ് ആകും, നന്നായി സംസാരിക്കുന്ന കൂട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരോടും തുറന്നു പറയും. അടുത്തിടെ ഒരു അഭിമുഖത്തിൽ ഡിപ്രഷനിലൂടെ കടന്നുപോയ കാര്യവും ഞാൻ അതുകൊണ്ട് തുറന്നു പറഞ്ഞിരുന്നു. അന്ന് സോഷ്യൽ മീഡിയയിൽ നിന്ന് പിന്തുണ ലഭിച്ചിരുന്നു. സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ എല്ലാം എന്നെ ചേർത്ത് പിടിച്ചു. ഡിപ്രഷൻ വെച്ച് അഭിനയിക്കാൻ പറ്റുന്നില്ലെന്ന് ഞാൻ തന്നെ സീരിയൽ ചെയ്യുന്ന സമയത്തൊരിക്കൽ പറഞ്ഞിരുന്നു. നിർത്തിപ്പോകാമെന്നും തീരുമാനിച്ചിരുന്നു. പക്ഷെ അടുത്തറിയാവുന്നവർ ചേർത്ത് പിടിച്ചതുകൊണ്ട് അതൊന്നും വേണ്ടി വന്നില്ല. മറ്റുള്ളവർ നോക്കുമ്പോൾ 2 കെട്ടി ആടിപ്പാടി നടക്കുന്ന സ്ത്രീയാണ് ഞാൻ. പബ്ലിക്കിൽ സന്തോഷത്തോടെ പെരുമാറുമെങ്കിൽ ഉള്ളിൽ കനലാണ്. മറ്റുള്ളവരെ ഒന്നും കാണിക്കേണ്ട കാര്യമില്ലല്ലോ എന്നും താരം പറയുന്നു.